കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിനെ അറിയാം. പെരിയാറിന്റെ ഒഴുക്ക് തുടങ്ങുന്നത് പശ്ചിമഘട്ടത്തിലെ പെരിയാർ ടൈഗർ റിസർവിലെ ചോക്കമ്പട്ടി മലയിൽ നിന്നാണ്. ഉത്ഭവ സ്ഥാനത്ത് നിന്ന് പടിഞ്ഞാറോട്ടൊഴുകി പെരിയാർ തേക്കടി തടാകം രൂപപ്പെടുത്തുന്നു. വണ്ടിപ്പെരിയാർ, എലപ്പാറ, അയ്യപ്പൻ കോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഒഴുകിയ ശേഷം നദി ഇടുക്കി ഡാമിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നദിയുടെ പ്രധാന ഭാഗം നേര്യമംഗലത്ത് വെച്ച് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. ആലുവയിൽ വെച്ച് നദി മാർത്താണ്ഡവർമ്മ, മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു. മംഗലപ്പുഴ ചാലക്കുടി പുഴയായി ചേർന്ന് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. പെരിയാറിന് ധാരാളം പോഷക നദികളുണ്ട്. മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിപ്പുഴ, ഇടമലയാർ എന്നിവയാണ് ഇതിലെ പ്രധാന പോഷക നദികൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാം പെരിയാറിന് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ ഭൂതത്താൻകെട്ട്, ബാരേജ് പോലുള്ള ജലസേചനത്തിനും കുടിവെള്ളത്തിനും സഹായിക്കുന്നു. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം പെരിയാറിൽ നിന്നാണ്. സംസ്ഥാനത്തെ 25% വ്യവസായശാലകളും പെരിയാറിന്റെ തീരങ്ങളിലാണ്. ഇത് നമ്മുടെ വ്യവസായ വാണിജ്യ മേഖലകളുടെ നട്ടെല്ലാണ്. ഒരു നദി എന്നതിലുപരി പെരിയാർ കേരളത്തിന്റെ ഹൃദയമാണ്.